ഹായ് ഹലോ വെൽക്കം ടു ഓൾ ടു സക്സസ് അക്കാദമീസ് യൂട്യൂബ് ചാനൽ. വൈ ബാങ്ക് എക്സാം? 2024 ബാങ്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് എക്സാം എഴുതുന്നുണ്ട്, ജോബ് സെക്യൂരിറ്റി അല്ലെ, മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് ജോബ് സെക്യൂരിറ്റി ആണ്. അതെ, ബാങ്കും നല്ലൊരു ജോബ് സെക്യൂരിറ്റിയാണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, അതിന് രണ്ടാമത്തെ ഘടകം പറയുന്നത് നമുക്ക് വന്നിട്ട് സാലറി ഇൻക്രിമെന്റ്. സാലറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എക്സാം എഴുതി കയറുന്നത് ഒന്നല്ലെങ്കിൽ ക്ലർക്ക് ലെവലിലേക്കോ അല്ലെങ്കിൽ പ്രൊബേഷണറി ഓഫീസർ അല്ലെ, ഓഫീസർ ഗ്രേഡിലേക്കോ ആണ് വരുന്നത്. ഓക്കെ, ഇപ്പൊ ക്ലർക്ക് ലെവലിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 20 to 48K ആണ് അവർ ഓഫർ ചെയ്യുന്നത്. അതേപോലെ PO ലെവൽ ആണെന്നുണ്ടെങ്കിൽ 50 to 70K നമുക്ക് വന്നിട്ട് ഓഫർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇൻക്രിമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് 17% ഇൻക്രിമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ബാങ്കിങ് സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതിന് പുറമെ നമുക്ക് DA, PA, ട്രാവലിംഗ് അലവൻസ് വരുന്നുണ്ട്, പിന്നെ വന്നിട്ട് മെഡിക്കൽ അലവൻസ് വരുന്നുണ്ട്, ഹോം റെന്റ് വരുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടെ അതെല്ലാം നമുക്ക് ആഡ് ചെയ്ത് വരും. അപ്പൊ ഇൻ ഹാൻഡ് തന്നെ നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അതിന് ജോബ് സെക്യൂരിറ്റി കാര്യത്തിലും സാലറിയുടെ കാര്യത്തിലും ബാങ്ക് നല്ലോണം മുൻപന്തിയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ കാര്യം പറയുന്നത് ലീവാണ്. ഓക്കെ, നമ്മളെല്ലാവരും ഫാമിലി ബേസ്ഡ് ആണ്, അപ്പൊ നമുക്ക് ലീവാണ് കൂടുതൽ വേണ്ടത്. ഓക്കെ, അതേപോലെ തന്നെ ബാങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ പബ്ലിക് ഹോളിഡേയ്സും പിന്നെ അതുപോലെ സാറ്റർഡേ സൺഡേ അടക്കം അവരെന്ത് ചെയ്യുന്നു, ഓഫ് തരുന്നുണ്ട്. അപ്പൊ അത്രയും വലിയൊരു നമ്പർ ലീവ് ഡേയ്സ് നമുക്ക് വന്നിട്ട് ബാങ്കിങ് സെക്ടറിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, രണ്ട് കാര്യങ്ങളായി. ഇനി വരുന്നത് പ്രൊമോഷൻ ആണ്. ഓക്കെ, പ്രൊമോഷൻ പറയുന്നത് നോർമലി നമ്മളിപ്പോ ഒരു ആദ്യത്തെ എക്സാം എഴുതാൻ ക്ലർക്ക് ലെവൽ എക്സാം എഴുതാണെങ്കിൽ ഏറ്റവും താഴെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നോർമലി ഇവിടെ ഓരോ വർഷങ്ങളിൽ 2 വർഷം കഴിയുമ്പോൾ നോർമലി നമുക്ക് എന്ത് ചെയ്യും, പ്രൊമോഷൻ കിട്ടും. ഓക്കെ, ഇത് നോർമൽ ബേസ്. ഇതല്ലാണ്ട് നമുക്ക് കിട്ടുന്നത് മെറിറ്റ് ബേസിസ് ആണ്. മെറിറ്റ് ബേസിസ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ JAIIB അല്ലെങ്കിൽ CAIIB എക്സാംസ് എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ ബേസിസിൽ നമുക്ക് ഇൻക്രിമെന്റും വരും, അതേപോലെ തന്നെ പ്രൊമോഷൻസ് വരും. അപ്പൊ രണ്ട് രീതിയിലാണ് ഇവിടെ പ്രൊമോഷൻസ് നടക്കുന്നത്. ഇനി നമ്മളൊന്നും എക്സാം എഴുതിയില്ലെങ്കിൽ നോർമലി ഇയേഴ്സ് കൂടുന്നവരും നമുക്ക് പ്രൊമോഷൻ തന്നുകൊണ്ടേയിരിക്കും, അതിലും നമുക്ക് പ്രശ്നം വരുന്നില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ബാങ്കിങ് സെക്ടർ കുറച്ചും കൂടെ നല്ലോണം മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട് അല്ലെ. ഇനി നമുക്ക് പറയാനുള്ളത് ഇനി വരാൻ പോകുന്ന എക്സാംസ്. ഓക്കെ, വരാൻ പോകുന്ന എക്സാംസ് എന്ന് പറയുമ്പോൾ IBPS കലണ്ടർ ഓൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിൽ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, IBPS കലണ്ടർ പ്രകാരം നമുക്ക് ആദ്യം വരുന്നത് RRB അതായത് റീജിയണൽ റൂറൽ ബാങ്കിന്റെ എക്സാം ആണ്. ഓഗസ്റ്റിലെ ഡേറ്റും വന്നിട്ടുണ്ട്. അപ്പൊ ഓഗസ്റ്റിലെ ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ RRBയുടെ എക്സാം അതായത് ക്ലർക്കും POയും വരുന്നുണ്ട്, പിന്നെ IBPS ക്ലർക്കും POയും വരുന്നുണ്ട്, പിന്നെ IBPSന്റെ എക്സാം SOന്റെ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ. ഈ 5 എക്സാംസിന്റെ ഡേറ്റ് ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതിന് പുറമെ നമുക്ക് വരുന്ന SBI ക്ലർക്കും PO ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമുക്ക് RBI അസിസ്റ്റന്റും RBI ഗ്രേഡ് B. RBI ഗ്രേഡ് B ആണ് നോർമലി ഏപ്രിലിൽ വരാറുള്ളത്. ഏറ്റവും കൂടുതൽ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത് 1 lakh എബോവ് സാലറി പ്രൊവൈഡ് ചെയ്യുന്ന RBI ഗ്രേഡ് B ആണ്. ഓക്കെ, ഇതിന് പുറമെ ഇൻഷുറൻസ് സെക്ടേഴ്സ് അതായത് നമ്മുടെ ലൈഫ് ഇൻഷുറൻസ് തുടങ്ങിയ ഇൻഷുറൻസ് സെക്ടേഴ്സിന്റെ റിക്രൂട്ട്മെന്റുകളും വരാൻ ചാൻസസ് ഉണ്ട്. 50% നമുക്ക് ഈ വർഷം തന്നെ വരും. പിന്നെ നബാർഡ്, NICL അങ്ങനെ തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകളും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബാങ്കിങ് റിലേറ്റഡ് സിലബസ് തന്നെയാണ് അവരും കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ നോർമലി നമുക്ക് ബാങ്ക് എക്സാം പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എക്സാംസ് നമുക്ക് വന്നിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ എക്സാംസ് ഒന്നും തുടങ്ങിയിട്ടില്ല, ഇത് നമ്മുടെ ഏപ്രിൽ ആയിട്ടേ ഉള്ളൂ. ഇനി വേണം എല്ലാ നോട്ടിഫിക്കേഷനും വരാനും എക്സാം എഴുതാൻ പോവാനും. ഓക്കെ, അപ്പൊ ഡിസംബർ വരെ നമുക്ക് നല്ലൊരു ഗ്യാപ്പാണ്. അത്രയും ഹ്യൂജ് എക്സാംസ് വന്നിട്ട് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ക്ലർക്കിന്റെ അതായത് ഈ വർഷം നടന്ന IBPS ക്ലർക്കിന്റെ റിക്രൂട്ട്മെന്റിൽ അവർ പ്രൊവൈഡ് ചെയ്ത് 5,000 വേക്കൻസീസ് ആയിരുന്നു. പക്ഷെ അവർ എടുത്തത് 8,500 എബോവ് വന്നിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ബാങ്കിങ് സെക്ടറിൽ ഒരിക്കലും വേക്കൻസി താഴെ അല്ലെ. അതേപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക്സും ഓക്കെ, നമ്മുടെ ഫെഡറൽ ബാങ്ക് അങ്ങനെ തുടങ്ങിയ സൗത്ത് ഇന്ത്യൻ ബാങ്ക് അങ്ങനെയുള്ള ബാങ്ക്സുകളും വന്നിട്ട് നമുക്ക് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ബാങ്ക് എക്സാംസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോഴും നോക്കിക്കേ ഈ ഒരു ഇയറിൽ എത്ര വേക്കൻസികളാണ് നമുക്ക് വരുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എക്സാംസ് ക്രാക്ക് ചെയ്യാനും പറ്റും, എഴുതാനും സാധിക്കും. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ ഒരു എക്സാം അതായത് ബാങ്ക് എക്സാം പഠിച്ചാൽ ബാങ്ക് എക്സാം മാത്രമേ എഴുതാൻ പറ്റൂ എന്നുള്ളതല്ല. കാരണം അതിൽ കുറച്ചും കൂടി സിലബസ് നമുക്ക് വൈഡായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ സെക്കൻഡറി ലെവൽ അതായത് SSCയുടെ എക്സാംസും അതേപോലെ ഇനി വരുന്ന റെയിൽവേയുടെ എക്സാംസും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ കുറച്ചും കൂടി വ്യത്യാസമായിട്ട് പഠിക്കേണ്ടി വരും. കാരണം ഇതേ സിലബസ് അല്ല അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പക്ഷെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്നുള്ള രീതിയിൽ നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഇതും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ്.
ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, അതായത് ഇത്രയും നമ്മൾ വൈഡായിട്ട് പറയുമ്പോൾ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം വന്നു കഴിഞ്ഞു അല്ലെ. അപ്പൊ ബാങ്ക് എക്സാമിന് 2024 പഠിക്കണോ എന്നോ വേണ്ടയോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ എന്താ പറയേണ്ടത്? SLA പറയേണ്ടത്. അതെ, അപ്പൊ നമ്മൾ എന്തായാലും പ്രിപ്പയർ ചെയ്യണം. ഏപ്രിലേ ആയിട്ടുള്ളൂ, നമുക്ക് ഓഗസ്റ്റ് വരെ സമയമുണ്ട്. ഓഗസ്റ്റിലാണ് RRB സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ പറഞ്ഞ എല്ലാ നോട്ടിഫിക്കേഷനും വരും, ഉടനെ ഉണ്ടാവും. 10 ദിവസം 15 ദിവസം അല്ലെങ്കിൽ 1 മാസം ഗ്യാപ്പിലായിരിക്കും എല്ലാ എക്സാംസും വരിക. അപ്പൊ ഇപ്പൊ പ്രിപ്പയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ എക്സാംസും ഈ വർഷത്തെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഈ വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ റിട്ടയർമെന്റ് നടക്കാന്ന് കൂടെയാണ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും നല്ലോണം വേക്കൻസി ഉണ്ടാവും. നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.